Today we are trying to understand the chapter Sovereignty, Paramadhigaram. First of all, we can try to understand the term sovereignty. It has been derived from the Latin word superannus, which means supreme power. പരമമായ അധികാരം എന്നുള്ള സൂപ്പരാനസ് എന്നുള്ള ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് സോവറിനിറ്റി എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചത്. ദെൻ വാട്ട് ഈസ് സോവറിനിറ്റി? എന്താണ് പരമാധികാരം? സോവറിനിറ്റി മേ ബി കൺസിഡേർഡ് ആസ് ദ സുപ്രീം പവർ. ഇറ്റ് മേ ബി സുപ്രീം പവർ ഓഫ് ദ സ്റ്റേറ്റ്. ഒരു രാഷ്ട്രത്തിൻ്റെ പരമമായ അധികാരത്തെ നമുക്ക് സോവറിനിറ്റി എന്ന് ചുരുക്കത്തിൽ വിളിക്കാം. ഇവിടെ നമ്മൾ ഇത് മനസ്സിലാക്കുന്ന സമയത്ത് അധികാരവും പരമാധികാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ടേം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മക്കും അധികാരങ്ങളും പരമാധികാരങ്ങളുമുണ്ട്. അച്ഛൻ്റെ പേരിൽ അച്ഛൻ്റെ സ്വന്തമായിട്ട് ഒരു പ്രത്യേക സ്ഥലം ഉണ്ട് എന്ന് വിചാരിക്കാം. ആ സ്ഥലത്തിൻ്റെ ആധികാരികമായ ഉടമസ്ഥൻ അച്ഛനാണ്. അതേ സമയത്ത് അമ്മക്കും അതിൽ അധികാരങ്ങളുണ്ട്. അപ്പോൾ അമ്മ ഒരു സമയത്ത് ആ ഒരു പ്രദേശം, ആ ഒരു സ്ഥലം വേറൊരാൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. എന്നാൽ ആ സ്ഥലം അയാൾക്ക് സ്വന്തമായിട്ട് കൊടുക്കുന്നതിനുള്ള പരമാധികാരമുള്ളത് അച്ഛനു മാത്രമാണ്. കാരണം അച്ഛനാണ് ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ. ദെൻ it can be seen that in this case mother has some power, but at the same time the supreme power is vested in the father, in your father. That is the difference between common power and sovereign power. അല്ലെങ്കിൽ the last power is that is known as the sovereignty. Usually the term sovereignty is used with the state. It is the ultimate power of the state. State is the ultimate authority in the world. State is overriding or overruling all other associations in the state. സ്റ്റേറ്റിലുള്ള മറ്റുള്ള എല്ലാ അസോസിയേഷനുകളെയും അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നത് രാഷ്ട്രമാണ്. അതുകൊണ്ട് പലപ്പോഴും എല്ലായ്പ്പോഴും ഈ സോവറിനിറ്റി എന്ന് പറയുന്ന പരമാധികാരം എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഒരു ഘടകമായിട്ടാണ് ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത്. There are many of the philosophers who defined the sovereignty. According to Jean Bodin, sovereignty is the supreme power of the state over citizens and subjects. ഇവിടെ പ്രജകളുടെയും പൗരന്മാരുടെയും മേൽ ഉള്ള സ്റ്റേറ്റിൻ്റെ അധികാരമാണ് സോവറിനിറ്റി എന്ന് അദ്ദേഹം നിർവചിച്ചിട്ടുണ്ട്. അതേ സമയത്ത് സോവറിനിറ്റി ഈസ് ദ സുപ്രീം പൊളിറ്റിക്കൽ പവർ വെസ്റ്റഡ് ഇൻ ഹിം ഹൂസ് ആക്ട്സ് ആർ നോട്ട് സബ്ജക്റ്റ് ടു എനി അതേഴ്സ് വിൽ. ഈ പരമാധികാരത്തെ രാഷ്ട്രീയമായ ഒരു അധികാരമായിട്ട് വിശകലനം ചെയ്ത എഴുത്തുകാരും പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സിൻ്റെ കൂട്ടത്തിൽ ഉണ്ട്. ലൈക്ക്വൈസ് സോവറിനിറ്റി ഈസ് ദ കമാൻഡിങ് പവർ ഓഫ് ദ സ്റ്റേറ്റ്. ആജ്ഞാപിക്കുന്നതിനുള്ള സ്റ്റേറ്റിൻ്റെ അധികാരമാണ് സോവറിനിറ്റി എന്ന് പറയുന്നു. സോവറിനിറ്റി ഈസ് ദ ഒറിജിനൽ അബ്സല്യൂട്ട് അൺലിമിറ്റഡ് പവർ ഓവർ ദ ഇൻഡിവിജ്വൽ സബ്ജക്ട്സ് ആൻഡ് ഓവറോൾ അസോസിയേഷൻസ് ഓഫ് ദ സബ്ജക്ട്സ്. പരമമായ അധികാരം. സോവറിനിറ്റി ഈസ് ദ സുപ്രീം വിൽ ഓഫ് ദ സ്റ്റേറ്റ്. സുപ്രീം വിൽ ഓഫ് ദ സ്റ്റേറ്റ്, അതാണ് സോവറിനിറ്റി. അപ്പോൾ ഈ പറഞ്ഞ പല രൂപങ്ങളിലും ഈ സോവറിനിറ്റിയെ പല ആളുകളും നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ഘടകമാണ് സോവറിനിറ്റി. സോവറിനിറ്റി പരമാധികാരത്തിന് മുകളിൽ മറ്റൊരു അധികാരം നിലവിലില്ല. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. രാഷ്ട്രത്തിന് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സോവറിനിറ്റി ഉള്ളത്. നമുക്കറിയാം, രാഷ്ട്രത്തിന് ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കും, ഒരു ഭൂപ്രദേശം ഉണ്ടായിരിക്കും. ആ ഭൂപ്രദേശത്തിൻ്റെ ഉള്ളിലുള്ളതും അല്ലാത്തതുമായ രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള
പരമാധികാരത്തെ നമുക്ക് രാഷ്ട്രത്തിൻ്റെ സോവറിനിറ്റി എന്ന് സാധാരണഗതിയിൽ വിളിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എന്താണ് സോവറിനിറ്റി, പരമാധികാരം എന്നത്, അതും സാധാരണ അധികാരവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. Then we can take sovereignty and we can analyze what are the characteristics of sovereignty. പരമാധികാരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ വിശേഷങ്ങൾ എന്തെല്ലാം, എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ പരമാധികാരത്തിന് അല്ലെങ്കിൽ സോവറിനിറ്റിക്കുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. വൺ ഈസ് പെർമനൻസ്. സിംപ്ലി സേ ഇറ്റ് ഈസ് പെർമനൻറ്റ്. സോവറിനിറ്റി ഈസ് പെർമനൻറ്റ്. ഒരു സ്റ്റേറ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം പരമാധികാരവും നിലനിൽക്കുന്നു. ആ സ്റ്റേറ്റിൽ, ആ രാഷ്ട്രത്തിൽ പരമാധികാരം ഉപയോഗിച്ചിരുന്ന ആൾ ഒരു പക്ഷേ മരിച്ചു പോയേക്കാം. അതൊരു പക്ഷേ രാഷ്ട്രപതി ആവാം, അല്ലെങ്കിൽ രാജാവാകാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകാം. അവരായിരിക്കും അവിടുത്തെ പരമാധികാരി. പക്ഷേ പരമാധികാരി ഇല്ലാതായിപ്പോയാലും പരമാധികാരം നിലനിൽക്കുന്നു. അതാണിവിടെ പെർമനൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് വി ക്യാൻ സേ ദ കിങ് ഈസ് ഡെഡ്, ലോങ് ലീവ് ദ കിങ്. ദ കിങ് ഈസ് ഡെഡ്, രാജാവ് മരിച്ചിരിക്കുന്നു, പക്ഷേ രാജാധികാരം നിലനിൽക്കുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ സെക്കൻഡ് ഈസ് എക്സ്ക്ലൂസീവ്നെസ്. അതായത് ഇത് എക്സ്ക്ലൂസീവാണ്. നമ്മൾ ചില ചാനലുകളൊക്കെ എഴുതി കാണിക്കുന്നത് കാണാം, എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ ന്യൂസ്. അത് ആ ന്യൂസ് അവർക്ക് മാത്രം കിട്ടുമ്പോഴാണ് അവർ എഴുതി കാണിക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ സോവറിനിറ്റി എക്സ്ക്ലൂസീവാണ് എന്ന് പറഞ്ഞാൽ ദർ ക്യാൻ ബി നോ അതർ സുപ്രീം പവർ ഓർ അതോറിറ്റി ഇൻ ദ സ്റ്റേറ്റ്. അവരെക്കാൾ മികച്ച, അതിനേക്കാൾ മികച്ച ഒരു സുപ്രീം അതോറിറ്റി ആ സ്റ്റേറ്റിൽ ഇല്ല എന്നുള്ളതാണ്. അതർവൈസ് ദ യൂണിറ്റി ഓഫ് ദ സ്റ്റേറ്റ് വിൽ ബി കൊളാപ്സ്ഡ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ആ സ്റ്റേറ്റിൻ്റെ പരമാധികാരം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിന് മാത്രം ഉള്ള ഒരു അധികാരമാണ്. ഈ പരമാധികാരത്തിന് മുകളിൽ മറ്റൊരു പരമാധികാരം ഇല്ല എന്നുള്ളതാണ് ഇവിടെ എക്സ്ക്ലൂസീവ് ആണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ തേർഡ് ക്യാരക്ടർ ഈസ് ആൾ കോംപ്രഹെൻസീവ്നെസ്. സമഗ്രമായത് എന്നർത്ഥം. സമഗ്രമായത് എന്ന് പറയുമ്പോൾ ഈ നിലനിൽക്കുന്ന പരമാധികാരം ദാറ്റ് ഈസ് ഓവർ ഓൾ അസോസിയേഷൻസ് ആൻഡ് പേഴ്സൺസ്. അവിടെയുള്ള ആ രാജ്യത്തുള്ള, രാഷ്ട്രത്തിലുള്ള എല്ലാ സംഘടനകളുടെയും വ്യക്തികളുടെയും മേലുള്ള അധികാരം, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി ബാധകമായ ഒന്നാണ് ഈ സോവറിനിറ്റി. അപ്പോൾ ഈ സോവറിനിറ്റിയുടെ സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ് കോംപ്രഹെൻസീവ്നെസ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. ആ രാഷ്ട്രത്തിലുള്ള ജനങ്ങളെ മുഴുവനായിട്ടും, സംഘടനകളെ മുഴുവനായിട്ടും, ഉപസംഘടനകളെ മുഴുവനായിട്ടും ഉൾക്കൊണ്ട് അവർക്ക് മുകളിലുള്ള എന്തോ ഒരു അധികാരമാണ് സോവറിനിറ്റി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ദ ഫോർത്ത് വൺ ഈസ് ഇൻഅലിയനബിലിറ്റി ഓർ ഇൻഡിവിസിബിലിറ്റി. അതായത് ഇറ്റ് കനോട്ട് ബി ഡിവൈഡഡ്. ഇതിൻ്റെ ഈ പരമാധികാരം ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. കാരണം അത് സ്റ്റേറ്റിന് മാത്രമുള്ള ഒരു അബ്സല്യൂട്ട് പവറാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റേറ്റിൻ്റെ പരമാധികാരം പകുതി സ്റ്റേറ്റിന്, ബാക്കി പകുതി ബാക്കിയുള്ള കുറച്ച് അസോസിയേഷനുകൾക്ക്, അല്ലെങ്കിൽ ഇത്ര ശതമാനം സ്റ്റേറ്റിന്, ഇത്ര ശതമാനം സംഘടനകൾക്ക്, ഇത്ര ശതമാനം ജനങ്ങൾക്ക് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ് സോവറിനിറ്റി എന്നുള്ളതാണ് ഇവിടെ ഇൻഅലിയനബിലിറ്റി അല്ലെങ്കിൽ ഇൻഡിവിസിബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ദ ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക് ഈസ് അബ്സല്യൂട്ട്നെസ്. പൂർണ്ണമാണ് എന്നർത്ഥം. സ്റ്റേറ്റ് ഈസ് ലിമിറ്റ്ലെസ് വിത്ത് നോ ചെക്സ് ഓർ ഒബ്സ്ട്രക്ഷൻസ് ടു ബി ഡൺ. അതായത് രാഷ്ട്രത്തിൻ്റെ സോവറിനിറ്റിയെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. അത് പൂർണ്ണമായതാണ്. അതാണ് സുപ്രീം അതോറിറ്റി എന്നതാണ് ഇവിടെ പറയുന്ന കാര്യം. ദെൻ യൂണിവേഴ്സാലിറ്റി. ഇറ്റ് മീൻസ് ദാറ്റ് ദ സോവറൈൻ ഓഫ് എ സ്റ്റേറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ ഇൻഡിവിജ്വൽസ് ആൻഡ് അസോസിയേഷൻസ്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ സാർവത്രികമാണ്, അതായത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായതാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സാലിറ്റി സാർവത്രികമാണ്, അതായത് ആ ഒരു രാഷ്ട്രത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും, എല്ലാ അസോസിയേഷനുകൾക്കും, ബാക്കിയുള്ള എല്ലാ ഘടകങ്ങൾക്കും ഇത് ബാധിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഒറിജിനാലിറ്റി. ഒറിജിനാലിറ്റി മീൻസ് റിയൽ. ഒറിജിനലാണ്, റിയൽ. ഇത് ഒറിജിനലാണ്. അത്
ആദ്യം മുതലേ സ്റ്റേറ്റിനുള്ളതാണ്. വേറെ ആരുടെയും ഒരു ദയ കൊണ്ടോ കരുണ കൊണ്ടോ സ്റ്റേറ്റിന് കിട്ടിയതല്ല യഥാർത്ഥത്തിൽ സോവറിനിറ്റി. അപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളോട് കൂടിയ എന്തോ ഒരു അധികാരത്തെയാണ് ഇപ്പോൾ നമ്മളിവിടെ സോവറിനിറ്റി എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് സോവറിനിറ്റി ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സോവറിനിറ്റി, വി ക്യാൻ എൻറ്ററിങ് ഇൻ ടു അവർ നെക്സ്റ്റ് പാർട്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോവറിനിറ്റി ഓർ കൈൻഡ്സ് ഓഫ് സോവറിനിറ്റി? വിവിധ തരത്തിലുള്ള പരമാധികാരങ്ങൾ എന്തെല്ലാം? ദെൻ ദ ഫസ്റ്റ് വൺ ഈസ് ഡി ജൂറെ ആൻഡ് ഡി ഫാക്റ്റോ സോവറിനിറ്റി. ഇത് പലപ്പോഴും കൺഫ്യൂസിങ് ആകുന്ന ഒന്നാണ് ഡി ജൂറെ ആൻഡ് ഡി ഫാക്റ്റോ സോവറിനിറ്റി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്താം. ഇപ്പോൾ നമ്മൾ ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ട്, ആ രാജാവാണ് ഭരണം നടത്തുന്നത് എന്ന് വിചാരിക്കാം. ദെൻ ദ കിങ് ഈസ് ദ സോവറൈൻ. അവിടെ രാജാവിനെയാണ് നമ്മൾ പരമാധികാരി എന്ന് പറയുന്നത്. രാജാവിൻ്റെ അധികാരമാണ് സോവറിനിറ്റി. പക്ഷേ ഈ രാജാവിൻ്റെ അധികാരം ഉപയോഗിക്കുന്നതിന് അദ്ദേഹത്തിന് നിയമത്തിൻ്റെ പിൻബലമുണ്ട്. അതായത് ആ രാജ്യത്തെ ഭരണഘടനയനുസരിച്ചോ ആ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ചോ രാജാവ് അദ്ദേഹത്തിൻ്റെ സോവറിനിറ്റി ഉപയോഗിക്കുന്നു. ദെൻ ഹി ഈസ് നോൺ ആസ് ഡി ജൂറെ, ദാറ്റ് ഈസ് ഡി ജൂറെ സോവറിനിറ്റി. ബട്ട് അറ്റ് ദ സെയിം ടൈം സം അതർ പേഴ്സൺസ് ഡ്യൂറിങ് എ സിവിൽ വാർ, ആ രാജ്യത്ത് പെട്ടെന്നൊരു സിവിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടു, ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഓർ സം കൺട്രീസ് from outside attacked this country, or the military captured power, അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള സൈന്യം ഈ രാജാവിൻ്റെ അധികാരം പിടിച്ചെടുത്തു. അങ്ങനെ ഒരു ഏകാധിപതിയായ ഒരു സൈനിക നേതാവ് ഈ രാജാവിൻ്റെ അധികാരം പിടിച്ചെടുത്ത് കഴിയുമ്പോൾ ഹി ബിക്കെയിം ദ സോവറൈൻ. അദ്ദേഹത്തിന് രാഷ്ട്രത്തെ ഭരിക്കാൻ കഴിയും, അദ്ദേഹത്തെ രാജ്യത്തെ ജനങ്ങൾ അനുസരിക്കുകയും വേണം. ബട്ട് നോ സപ്പോർട്ട് ഓഫ് ലോ ബിഹൈൻഡ് ഹിസ് റൂൾ. എന്നാൽ അദ്ദേഹത്തിൻ്റെ സോവറിനിറ്റി ഉപയോഗിക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന് നിയമത്തിൻ്റെ പിൻബലമില്ല. കാരണം നിയമത്തിൻ്റെ പിൻബലം ആർക്കാണ്? ആ രാജ്യത്തൊരു രാജാവുണ്ട്, ആ രാജാവ് ഭരണഘടന പ്രകാരം ഭരണം നടത്തണം. രാജാവ് മരണപ്പെട്ട് കഴിയുമ്പോൾ രാജാവിൻ്റെ അനന്തരാവകാശി ഭരിക്കണം. അതാണ് അവിടുത്തെ നിയമം. ദെൻ ദാറ്റ് ഈസ് ഡി ജൂറെ. പക്ഷേ ഈ ഒരു പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്ത് കഴിയുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ഹീസ് ദ റിയൽ സോവറൈൻ. അദ്ദേഹം ശക്തി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടുത്തെ പരമാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രം ഭരിക്കാനും കഴിയും. പക്ഷേ എന്തില്ല, നിയമത്തിൻ്റെ പിൻബലത്തോട് കൂടിയിട്ടല്ല ഈ രണ്ടാമത് നമ്മൾ പറഞ്ഞ ആൾ രാഷ്ട്രം ഭരിക്കുന്നത്. അയാളെയാണ് നമ്മളിവിടെ ഡി ഫാക്റ്റോ സോവറൈൻ എന്ന് പറയാം. അപ്പോൾ ഡി ജൂറെ സോവറിനിറ്റിയും ഡി ഫാക്റ്റോ സോവറിനിറ്റിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, വൺ ഈസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ലോ ആൻഡ് ദ ലേറ്റർ ഈസ് വിത്തൗട്ട് ദ സപ്പോർട്ട് ഓഫ് ദ ലോ. നിയമത്തിൻ്റെ പിൻബലമുള്ള ഭരണവും രണ്ടാമത്തേത് പിൻബലമില്ലാത്ത ഭരണത്തെയുമാണ് നമ്മളിവിടെ ഡി ഫാക്റ്റോ സോവറിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ ഡി ഫാക്റ്റോ സോവറിൻ ഈസ് ലീഗലി റെക്കഗ്നൈസ്ഡ്. ഡി ഫാക്റ്റോ സോവറിനെ, രണ്ടാമത് നമ്മൾ പറഞ്ഞ ആളെ നിയമപരമായിട്ട് അംഗീകരിക്കണം എന്നില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ ഒരു പട്ടാള അട്ടിമറി ഉണ്ടായി, സൈന്യം അധികാരം പിടിച്ചെടുത്ത് കഴിയുമ്പോൾ അവിടെ ഇപ്പോൾ രണ്ട് സോവറൈനുകളുണ്ട്. ഒന്ന് ഡി ജൂറെ ഉണ്ട്, ഒന്ന് ഡി ഫാക്റ്റോ ഉണ്ട്. അവിടെ ജനങ്ങൾ പാലിക്കേണ്ടത് ആരുടെ നിയമമാണ്? ഡി ഫാക്റ്റോ. ഇപ്പോൾ ഈ പിടിച്ചെടുത്ത ആൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ജനങ്ങൾ ജീവിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ ഡി ഫാക്റ്റോ സോവറിനാണ്. പക്ഷേ അതേ സമയത്ത് നിയമപരമായിട്ട് അധികാരമുള്ള ഒരു വ്യക്തി ചിലപ്പോൾ ആ രാജ്യത്ത് അപ്പോഴും ഉണ്ടാവും. ആ രാജാവ് ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാവാം. അപ്പോൾ ആ രാജാവാണ് അവിടെ ഡി ജൂറെ. നിയമപരമായിട്ട് രാജാവായിരുന്നു അവിടെ സോവറിനിറ്റി നടപ്പാക്കേണ്ട, സോവറിനിറ്റി ഉള്ള ആൾ അദ്ദേഹമായിരുന്നു എന്നാണ്. ഈ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇനി നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നമുക്കിത് പല രാജ്യങ്ങളിലും കാണാൻ സാധിക്കും. പാകിസ്ഥാനിലൊക്കെ പല സമയത്തും നടന്ന പട്ടാള അട്ടിമറികൾ. അങ്ങനെ ആ പട്ടാള ജനറൽ അവിടെ അധികാരം പിടിച്ചുകൊണ്ട് അദ്ദേഹം അവിടുത്തെ ഡിഫാക്റ്റോ സോവറിനായിട്ട് ഭരണം നടത്തുന്നു. അതേപോലെ തന്നെ ചൈനയിൽ
കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ, അതുപോലെ തന്നെ ഈജിപ്ത് പോലുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് പ്രസൻറ്റ് സിറ്റുവേഷൻ വെച്ചുകൊണ്ട് ഈ ഡി ജൂറെ അധികാരവും ഡി ഫാക്റ്റോ സോവറിനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് പൊളിറ്റിക്കൽ സോവറിനിറ്റി. ഈ രാഷ്ട്രീയമായിട്ടുള്ള പരമാധികാരം എന്താണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു ഡെമോക്രാറ്റിക് ആയ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് ഉള്ള രാഷ്ട്രത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് പൊളിറ്റിക്കൽ സോവറിനിറ്റിയാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ ഈ സോവറിനിറ്റിക്ക്, ഈ പരമാധികാരത്തിന് ഒരു കഴിവുള്ളതായിട്ട് അല്ലെങ്കിൽ അധികാരമുള്ളതായിട്ട്, പ്രത്യേകത ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. എന്നാൽ എല്ലാറ്റിനും പിന്നിൽ പൊളിറ്റിക്കൽ സോവറിനിറ്റി ആണോ എന്ന് നമ്മൾ സംശയിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ASDC പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ബിഹൈൻഡ് ദ സോവറൈൻ വിച്ച് ദ ലോയർ റെക്കഗ്നൈസസ് ദർ ഈസ് അനദർ സോവറൈൻ ടു ഹും ദ ലീഗൽ സോവറൈൻ മസ്റ്റ് ബോ. ലീഗലി ഒരു സോവറൈൻ ഒരു രാജ്യത്തുണ്ടാവും. ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു രാജാവ് ഒരു രാജ്യത്തുണ്ടാവും. അദ്ദേഹമാണ് അവിടുത്തെ യഥാർത്ഥ സോവറൈൻ എന്ന് പറയുന്നത് ലീഗലി. പക്ഷെ അതേ സമയത്ത് അദ്ദേഹത്തെ ആരാണ് നിയമിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വി ക്യാൻ അസ്യൂം ദാറ്റ് ദർ എക്സിസ്റ്റ് ദ പോസിബിലിറ്റി ഓഫ് അനദർ സോവറൈൻ ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ സോവറൈൻ. അപ്പോൾ ഈ ആളുകളെ ആരാണ് നിയമിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇവരെ നിയമിക്കപ്പെട്ടതിന് പിന്നിൽ വേറൊരു പരമാധികാര ശക്തി ഉണ്ട് എന്ന ചിന്തയിലേക്ക് നമ്മൾ പോകുന്നു. അതാരാണ്? പൊളിറ്റിക്കൽ സോവറൈനാണ്. ദെൻ ഹൂ ഈസ് ദ പൊളിറ്റിക്കൽ സോവറൈൻ? സം സേസ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഇലക്ടറേറ്റ്. ജനങ്ങൾ, അതായത് വോട്ടർമാരാണ് ഇവിടെ പൊളിറ്റിക്കൽ സോവറൈൻ. സം വിത്ത് ദ ഹോൾ മാസ് ഓഫ് ദ പീപ്പിൾ. ചിലർ പറയുന്നത് ആ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളുമാണ് പൊളിറ്റിക്കൽ സോവറൈൻ. സം വിത്ത് ദ പബ്ലിക് ഒപ്പീനിയൻ. ചില ആളുകൾ പറയുന്നത് ആ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന പൊതുജനാഭിപ്രായം. ഈ പൊതുജനാഭിപ്രായമാണ് ഇവിടെ പൊളിറ്റിക്കൽ സോവറൈൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സം അതേഴ്സ് വിത്ത് ദ ഫിസിക്കൽ പവർ ഓഫ് ദ പാർട്ട് ഓഫ് ദ പീപ്പിൾ ടു കണ്ടക്ട് എ റവല്യൂഷൻ എഗെയിൻസ്റ്റ് ദ കിങ് ഓർ ദ മിനിസ്റ്റേഴ്സ്. ഇപ്പോൾ ഒരു രാജ്യത്തുള്ള രാജാവിനെതിരെയോ ഭരണാധികാരികൾക്കെതിരെയോ ഒരു വിപ്ലവം സംഘടിപ്പിക്കാൻ വരെ കഴിവുള്ള ജനങ്ങളെയാണിവിടെ പൊളിറ്റിക്കൽ സോവറിനിറ്റി എന്നുള്ളത് കൊണ്ട് സോവറൈൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ കഴിവിനെയാണ് പൊളിറ്റിക്കൽ സോവറിനിറ്റി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതിൻ്റെ ഏറ്റവും ചുരുക്കം എന്ന് പറയുന്നത്, ശരിക്കുള്ള സോവറൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ സോവറൈൻ എന്ന് പറയുന്നത് ആ രാഷ്ട്രം ഭരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ അവരെ അങ്ങനെ നിയമിക്കുന്നതിന് പിന്നിൽ ഒരാളുണ്ടെങ്കിൽ പിന്നെ അയാളാണല്ലോ സോവറൈൻ, പരമാധികാരി. ആ അർത്ഥത്തിൽ പരാമർശിക്കുമ്പോൾ ഇവിടെ ജനങ്ങളാണ് സോവറൈൻ. അതാണ് ഇവിടെ പൊളിറ്റിക്കൽ സോവറിനിറ്റി എന്നുള്ള ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ലീഗൽ സോവറൈൻ. നിയമപരമായ സോവറിനിറ്റി, പരമാധികാരം. അത് പേരിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. ദ സുപ്രീം ലോ മേക്കിംഗ് ബോഡി ഇൻ ദ സ്റ്റേറ്റ് ഈസ് കാൾഡ് ലീഗൽ സോവറൈൻ. ഒരു രാഷ്ട്രത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പരമാധികാരം നിലനിൽക്കുന്ന ബോഡിയെ നമുക്ക് ലീഗൽ സോവറിനിറ്റി, അവരുടെ അധികാരത്തെ നമുക്ക് ലീഗലായ പരമാധികാരം എന്ന് വിളിക്കാം. ഇറ്റ് മേ ബി സം പേഴ്സൺസ്, എ കിങ് ഓർ ദ പ്രൈം മിനിസ്റ്റർ ഓർ ദ പാർലമെൻറ്റ് ഓർ something like that. That body has the authority to issue the highest commands of the state. ഏറ്റവും പ്രധാനപ്പെട്ട ആജ്ഞകൾ പുറപ്പെടുവിക്കുന്നുള്ള അധികാരം ഇവർക്കാണുള്ളത്. അവർക്ക് നിയമപരമായിട്ട് പിൻബലമുണ്ട്. അങ്ങനെ നിയമപരമായ പിൻബലമുള്ള അധികാരത്തിനെയാണ് ഇവിടെ ലീഗൽ സോവറിനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊരാൾക്കും ഭാഗികമായിട്ട് ഉപയോഗിക്കുന്നതിന് സാധ്യമല്ല എന്നതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലീഗൽ സോവറൈൻ അവർ പാർലമെൻറ്റ് ലീഗൽ സോവറൈൻ ആണെന്ന് നമുക്ക് പറയാം. ഇങ്ങനെ ചില രാജ്യങ്ങളിൽ രാജാവ് തന്നെ ആയിരിക്കും ലീഗൽ സോവറൈൻ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വ്യവസ്ഥകൾ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഇറ്റ് ഓൾവേസ് ഓർഗനൈസ്ഡ് ബൈ ലോ. ഇത് എല്ലായ്പ്പോഴും നിയമപരമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടതായിരിക്കും എന്നാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതുപോലെ ഇറ്റ് എലോൺ ഹാസ് ദ പവർ ടു ഡിക്ലെയർ ഇൻ ലീഗൽ ടേംസ്
ദ വിൽ ഓഫ് ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിൻ്റെ ഇച്ഛ, വില്ല് പ്രകടിപ്പിക്കുന്നതിനുള്ള നിയമപരമായ അധികാരം ലീഗൽ സോവറൈൻ അല്ലെങ്കിൽ ലീഗൽ സോവറൈനിറ്റിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത്തരം പ്രത്യേകതകളോട് കൂടിയതെന്തോ അതാണ് ഇവിടെ ലീഗൽ സോവറിനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് ഈസ് പോപ്പുലർ സോവറിനിറ്റി, പൊതുവായ സോവറിനിറ്റി അല്ലെങ്കിൽ പരമാധികാരം. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ദിസ് ഡോക്ട്രിൻ ഓഫ് പോപ്പുലർ സോവറിനിറ്റി സിഗ്നിഫീസ് ദാറ്റ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി റെസ്റ്റ് വിത്ത് ദ പീപ്പിൾ. ജനങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അധികാരമാണ് ഇവിടെ പോപ്പുലർ സോവറിനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് അവിടുത്തെ പരമാധികാരികൾ. അപ്പോൾ ഈ ജനങ്ങളുടെ സോവറിനിറ്റിയാണ് ഇവിടെ പോപ്പുലർ സോവറിനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പൊതുവായ സോവറിനിറ്റിക്ക്, പോപ്പുലർ സോവറിനിറ്റിക്ക് ഇത്ര പ്രാധാന്യം വരാനുള്ള കാരണം നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, പ്രായപൂർത്തി വോട്ടവകാശം ഒക്കെ വന്നതോട് കൂടിയിട്ടാണ് പോപ്പുലർ സോവറിനിറ്റി എന്നുള്ള ടേം വളരെയധികം പ്രശസ്തമാവാനുള്ള കാരണം. അല്ലാത്തിടത്തോളം കാലം ഏതൊരു പൊതുജനാഭിപ്രായമായിട്ടോ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിലുള്ള ആളുകളുടെ ഒരു കോമൺ ആയ അഭിപ്രായമായിട്ടോ മാത്രം നിലനിൽക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ചില ഘടകങ്ങൾ പരിശോധിച്ചാൽ ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് എക്സിസ്റ്റ് ഫോർ ദ ഗുഡ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ഗവൺമെൻറ് നിലനിൽക്കുന്നത് ജനങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പോപ്പുലർ സോവറിനിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇപ്പോൾ ജനങ്ങളുടെ ഇച്ഛയ്ക്കെതിരായിട്ട് ഒരു സ്റ്റേറ്റിൽ, ഒരു രാഷ്ട്രത്തിൽ ഭരണം നടക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദർ ഈസ് പോസിബിലിറ്റി ഓഫ് എ റവല്യൂഷൻ. സ്വാഭാവികമായിട്ടും അവിടെ ഒരു വിപ്ലവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ്. അതുപോലെ ഏത് രാജ്യത്തും പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയനാണ്. അത് പ്രകടിപ്പിക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് ശരിയായ നിയമത്തിലൂടെ നൽകണം. അങ്ങനെ ആകുമ്പോഴാണ് രാഷ്ട്രം നിലനിൽക്കുക. അപ്പോൾ അതും ഈ പോപ്പുലർ സോവറിനിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ ഈ പോപ്പുലർ സോവറിനിറ്റി നിലനിൽക്കുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് ഫ്രീക്വൻ്റ് എലക്ഷൻസ്. അതുപോലെ സെൽഫ് ഗവൺമെൻറ്റുകൾ, റഫറൻഡം ഇനീഷ്യേറ്റീവ്, റീകോൾ, അതായത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം, റഫറൻഡം നടത്തുന്നതിനുള്ള അധികാരമൊക്കെ നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ ഗവൺമെൻറ് ലീഗലായ മാർഗത്തിലൂടെ മാത്രമേ ജനങ്ങളെ സമീപിക്കാവൂ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്കറിയാം പോപ്പുലർ സോവറിനിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ പോപ്പുലർ സോവറിനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പവർ ഓഫ് ദ പീപ്പിളാണ്, ജനങ്ങളുടെ അധികാരത്തെയാണ് ഇവിടെ പോപ്പുലർ സോവറിനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് പോപ്പുലർ സോവറിനിറ്റിയിലാണ് എന്നും ഒരർത്ഥത്തിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് മോണിസ്റ്റിക് തിയറി ഓഫ് സോവറിനിറ്റിയും അതുപോലെ തന്നെ പ്ലൂറിസ്റ്റിക് തിയറി ഓഫ് സോവറിനിറ്റിയും എന്താണെന്ന് പരിശോധിക്കാം. അപ്പോൾ അതിൽ ജോൺ ഓസ്റ്റിനാണ് മോണിസ്റ്റിക് തിയറി ഓഫ് സോവറിനിറ്റിയുടെ ഒരു ഉപജ്ഞാതാവ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സോവറിനിറ്റി അല്ലെങ്കിൽ പരമാധികാരം ഏതെങ്കിലും ഒരു ഏജൻസിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ളതാണ് മോണിസ്റ്റിക് തിയറി. അവിടെയാണ് നമ്മൾ സ്റ്റേറ്റിനാണ് പരമാധികാരം, മറ്റുള്ള ആർക്കും അധികാരങ്ങളില്ല എന്ന് വിവക്ഷിക്കുന്നത്. അതേ സമയത്ത് പ്ലൂറിസ്റ്റിക് തിയറിയിലേക്ക് നമ്മൾ വരുമ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാ സ്ഥാപനങ്ങളെയും പോലെ ഒരു സ്ഥാപനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാപനങ്ങൾക്കും അസോസിയേഷനുകൾക്കും സംഘടനകൾക്കും അവരുടേതായ നിലനിൽപ്പും സോവറിനിറ്റിയും ഉണ്ട് എന്നുള്ള വാദഗതിയാണ് പ്ലൂറിസ്റ്റിക് തിയറി ഓഫ് സോവറിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോണിസ്റ്റുകൾ പറയുന്നത്, അതായത് ഏക കേന്ദ്രത്തിലുള്ള സോവറിനിറ്റി എന്നുള്ളതാണ് ഉദ്ദേശം. ഈ മോണിസ്റ്റുകൾ പറയുന്നത് ഇൻ എവറി കമ്മ്യൂണിറ്റി ദർ ഷുഡ് ബി സം പേഴ്സൺ ഓർ ബോഡി ഓഫ് പേഴ്സൺസ് വെസ്റ്റഡ് വിത്ത് സോവറൈൻ പവർ. എല്ലാ സമൂഹത്തിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളുള്ള ഒരു ഘടനയോ സോവറൈൻ ആയിരിക്കണം എന്നാണ് അവരുടെ ഒന്നാമത്തെ അഭിപ്രായം. അതുപോലെ ദി സോവറൈൻ മസ്റ്റ് ബി എ ഡിറ്റർമിനേറ്റ് പേഴ്സൺ ഓർ എ ബോഡി ഓഫ് പേഴ്സൺ. അതായത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരാളോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളോ ഉള്ള ഒരു ബോഡി ആയിരിക്കണം സോവറൈൻ എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. അതുപോലെ ഹിസ് വിൽ ഈസ് കൺസിഡേർഡ് സുപ്രീം ഓവർ ഓൾ ഇൻഡിവിജ്വൽസ് ആൻഡ് അസോസിയേഷൻസ്. ഒരു രാജ്യത്തുള്ള എല്ലാ സംഘടനകളുടെയും എല്ലാ വ്യക്തികളുടെയും മേലുള്ള സുപ്രീം അധികാരം ആ
ഒരു സോവറൈൻ ആയിരിക്കണം എന്നാണ് മൂന്നാമതായിട്ട് പറയുന്നത്. ദെൻ ദ സോവറൈൻ മസ്റ്റ് റിസീവ് ഹാബിച്വൽ ഒബീഡിയൻസ് ഫ്രം ദ ബൾക്ക് ഓഫ് ദ കമ്മ്യൂണിറ്റി. അതായത് ആ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഈ സോവറൈനെ അംഗീകരിച്ചു കൊള്ളണം എന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരേ ഭാഗത്ത് കേന്ദ്രീകരിക്കുകയാണ്. ദ സോവറൈൻ പവർ ഈസ് ഇൻഡിവിസിബിൾ. ഒരിക്കലും തന്നെ അത് വിഭജിച്ച് മറ്റൊരാൾക്കും ഈ സോവറനിറ്റി നൽകുന്നില്ല. ഇതിനെയാണ് നമ്മളിവിടെ മോണിസ്റ്റിക് തിയറി ഓഫ് സോവറനിറ്റി എന്ന് പറയാം. പക്ഷെ അതേ സമയത്തെ പ്ലൂരിസ്റ്റിക് തിയറി ഓഫ് സോവറനിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഈസ് ആൻ അസോസിയേഷൻ ലൈക്ക് ഫാമിലീസ് ആൻഡ് സം ട്രേഡ് യൂണിയൻസ് ആൻഡ് സം ഗ്രൂപ്പ്സ്. സോ സോവറിനിറ്റി മസ്റ്റ് ബി ഡിവൈഡഡ് എമംഗ് സച്ച് ഗ്രൂപ്പ്സ് എന്നാണ്. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ടായതുകൊണ്ട് അവർക്ക് അവരുടെ സോവറിനിറ്റി സ്വന്തമായിട്ടുണ്ട് എന്ന കാഴ്ചപ്പാടാണ് ഇവിടെ പ്ലൂരിസ്റ്റിക് തിയറി ഓഫ് സോവറിനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റി പറയുമ്പോൾ ദ സ്റ്റേറ്റ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് എമംഗ് ദ ഈക്വൽസ് അതർ ഗ്രൂപ്പ്സ്. അതായത് ഒരുപാട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു മിയർ ഗ്രൂപ്പാണ്. അതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഒരു രാജ്യത്തുണ്ട്. അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് സ്റ്റേറ്റ്. അതുകൊണ്ട് സോവറിനിറ്റി വിഭജിച്ച് കിട്ടണം, ഓരോരുത്തർക്കും അവരുടേതായ സോവറിനിറ്റി കിട്ടണമെന്നാണ് ഈ പ്ലൂരിസ്റ്റിക് തിങ്കേഴ്സ് പറയുന്നത് എന്നർത്ഥം. ദ സ്റ്റേറ്റ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്നാണ്. ഇറ്റ് കനോട്ട് ഡിസ്ട്രോയ് ദ അസോസിയേഷൻസ് ആൻഡ് ഗ്രൂപ്പ്സ്. സ്റ്റേറ്റ് കനോട്ട് ഡിസ്ട്രോയ്. സ്റ്റേറ്റിന് ഒരിക്കലും ആ രാജ്യത്തുള്ള അസോസിയേഷനുകളെയോ ഗ്രൂപ്പുകളെയോ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഇത്തരം തിങ്കേഴ്സ് എത്തി നിൽക്കുന്നത് ദ സ്റ്റേറ്റ് ഈസ് നോട്ട് ഇൻ എനി വേ എ മിസ്റ്റീരിയസ് ഫോർമേഷൻ വിത്ത് സൂപ്പർ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്. ഒരിക്കലും തന്നെ സ്റ്റേറ്റ് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അമാനുഷിക സ്വഭാവമുള്ള എന്തോ ഒന്നാണ് സ്റ്റേറ്റ് എന്നുള്ള രീതി ശരിയല്ല. ഇറ്റ് ഈസ് നോട്ട് ഡിവൈൻ. അത് ദൈവികമല്ല. ഇതേപോലത്തെ ഒരുപാട് അസോസിയേഷനുകളും ഗ്രൂപ്പുകളും ഒരു രാജ്യത്തുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈക്വലായിട്ടുള്ള സോവറിനിറ്റി വേണം എന്നുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ പ്ലൂരിസ്റ്റിക് തിങ്കേഴ്സ് മുന്നോട്ട് വെക്കുന്ന ആശയം.